സാധാരണ കണ്ടുവരുന്ന റൊമാൻറ്റിക് സീരീസിനെക്കാളും നമുക്ക് കൂടുതലും താല്പര്യം ചില ഹൊറർ സീരീസിനോടായിരിക്കും അല്ലേ. ഈ ഒരു ഹൊറർ എന്ന് പറയുമ്പോൾ പ്രേതം മാത്രമല്ല, അതിന്റെ കൂടെ കുറച്ച് ബ്ലാക്ക് മാജിക്, നിർബന്ധവാദം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും അല്ലേ. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതുപോലത്തെ ഒരു സീരീസ് ആണ്. കറന്റ് ഓൺഗോയിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന GMM TVയുടെ വു എന്ന സീരീസിന്റെ എപ്പിസോഡ് 1 ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം വൈകാതെ തന്നെ എക്സ്പ്ലനേഷനിലേക്ക്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് 2002 മലേഷ്യയിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു റിച്വൽ പോലത്തെ കാര്യമാണ്. ഒരാൾ അവിടെ നിന്ന് എന്തൊക്കെയോ പൂജ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു കൊച്ചുണ്ട് അയാളുടെ മുമ്പിൽ. ഇയാൾ ആ കൊച്ചിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞ പാടെ ഈ കൊച്ചിന് ചെവിയുടെ ബാക്കിലായിട്ട് എന്തോ ഒരു സീല് പോലത്തെ സാധനം തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് 2026 ബാങ്കോക്ക് സിറ്റിയാണ്. നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായകന്റെ പേര് പീറ്റ് എന്നാണ്. പീറ്റ് ഒരു ഡെലിവറി ബോയ് ആണ്. അതായത് ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്ന ഒരു ജോലിയാണ്. ആൻഡ് പീറ്റ് ഒരാൾക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്ന രംഗമാണ് നമ്മളെ കാണിക്കുന്നത്. ആൻഡ് അവിടെ പോയി പീറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ ഈ ഒരു കസ്റ്റമർ ചോദിക്കുന്നതാണ്, എന്താണ് അത് പട്ടിക്ക് തിന്നാനാണ് നീ കൊണ്ടുവന്നേക്കുന്നത്, ഇതാണെങ്കിൽ അധികം കുലുങ്ങി മറിഞ്ഞങ്ങ് പോയല്ലോ, ഇവൻ ബൈക്കിലാണ് പോകുന്നത്. ആ ടൈമിൽ പീറ്റ് പറയുന്നുണ്ട്, വേണേ മുണങ്ങിയിട്ട് പൈസ തന്നിട്ട് പോന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരുള്ള സംസാരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്പാനിഷ് മസാല സിനിമയ്ക്കകത്ത് ദിലീപ് സോറി പറയുന്ന പോലെയാണ്. അതായത് ചിരിച്ചുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നത്. ആൻഡ് ഇയാൾ പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുക്കുമ്പോൾ പീറ്റ് പറയുന്നുണ്ട്, ആഹാ ഇത്രയും വാചകം പഠിച്ചിട്ട് ഒരു ടിപ്പ് പോലും തന്നില്ല, നന്ദി ഉണ്ടടാ പന്നി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പീറ്റും അവന്റെ കുറച്ച് ഫ്രണ്ട്സും ഇരുന്നിട്ട് അവർക്ക് പൈസ ക്രെഡിറ്റ് ആയോ ഒന്ന് നോക്കുവാണ്. അപ്പൊ പെട്ടെന്ന് അവരുടെ സാലറി ക്രെഡിറ്റ് ആവുന്നുണ്ട്. ആ ടൈമിൽ അവർ പോയിട്ട് ATM നിന്ന് പൈസ എടുക്കുന്നുണ്ട്. ദെൻ ഇവർ ഈ പൈസ എടുത്തിട്ട് നേരെ ചെല്ലുന്നത് ഒരു ക്ലബിലേക്കാണ്. ആ ക്ലബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പൈസ വെച്ച് ചീട്ടുകളി, അങ്ങനത്തെ ഒരുപാട് കാശ് വെച്ച് ബെറ്റ് വെച്ച് ചെയ്യുന്ന ഓരോരോ കളികളാണ് അവിടെ ഉള്ളത്. അപ്പൊ പീറ്റിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോയി പൈസ ഉണ്ടാക്കണം, ആ ഒരു ഇതിലാണ് കിട്ടിയ പൈസ മുഴുവൻ എടുത്തോണ്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ചെയ്യുന്നത്. ആൻഡ് ഇവർ കളിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പീറ്റിന് നല്ല രീതിയിൽ തന്നെ കയറി പോകുന്നുണ്ട്. അതായത് നമുക്ക് തോന്നും പീറ്റേ ജയിക്കത്തുള്ളൂ. അങ്ങനെ കയറി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മളെ കാണിക്കുന്നത് പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് കയറി വരുന്നതാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ നായകനാണ്. ആ നമ്മുടെ നായകൻ വന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം. ആ നമ്മുടെ നായകനാണ് നമ്മുടെ പീറ്റിനെ കാണുന്നുണ്ട്. പീറ്റിനെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുവാണ്. ദെൻ തിരിച്ച് നമ്മളെ പീറ്റിനെ കാണിക്കുക. കളിക്കുന്ന സമയത്ത് പീറ്റ് ഇങ്ങനെ 2 ചീട്ട് എടുത്തപ്പോഴത്തേക്കും പീറ്റിന്റെ കയ്യിൽ ഒരു ചീട്ടിൽ പീറ്റിന് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം 2 ചീട്ടിങ്ങനെ അതിന്റെ നമ്പേഴ്സ് 2 എണ്ണമായിട്ട് കാണുന്നു. അപ്പൊ പീറ്റിന് ഡൗട്ട് വന്നിട്ട് ഇതെന്ത് തേങ്ങ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അപ്പൊ നോക്കുമ്പോൾ പീറ്റിന് നോർമൽ ആയിട്ട് കാണുന്നു. ആൻഡ് പീറ്റ് ആണെങ്കിൽ ആ ചീട്ട് അവിടെ ഇങ്ങനെ വെക്കുവാണ്. അവിടെയും പീറ്റ് തന്നെ ജയിക്കുന്നു. ദെൻ നെക്സ്റ്റ് റൗണ്ട് എടുക്കുവാണ്. നെക്സ്റ്റ് റൗണ്ടിൽ പീറ്റ് അവനുള്ളതെല്ലാം അങ്ങോട്ട് ബെറ്റ് വെക്കുവാണ്. ആൻഡ് അവർ കളിക്കുവാണ്. ആ ടൈമിൽ പീറ്റ് ഇത് എടുത്ത് നോക്കുമ്പോൾ കയ്യിലെ ചീട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. അതായത് അതിൽ നമ്പേഴ്സ് മാറിക്കൊണ്ടിരിക്കുക. പീറ്റിന് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ആൻഡ് ആദ്യം ഒന്ന് തോന്നിയപ്പോൾ പീറ്റിന് തോന്നലാന്ന് തോന്നി. പിന്നെ ഇത് കണ്ടപ്പോൾ പീറ്റിന് എന്തൊക്കെയോ മനസ്സിലായി, എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്നിട്ട് പീറ്റ് നേരെ മുമ്പിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റെഡ് കളറുള്ള എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം അവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കറങ്ങുവാണ്. ആൻഡ് ഈ സാധനം എല്ലാവരുടെയും തലയിൽ നിന്ന് എന്തോ എനർജി പോലത്തെ സംഭവം ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുക്കുന്നതായിട്ടും പീറ്റിനെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ആ ടൈമിൽ തന്നെ പീറ്റ് ഇതിനെ നോക്കി ഇങ്ങനെ അത്ഭുതപ്പെട്ടോണ്ട് നിൽക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, ഒരു പെണ്ണ് അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണ് പറയുന്നുണ്ട്, എടാ കളിക്കടാന്ന്. ആ ടൈമിൽ പെട്ടെന്ന് പീറ്റ് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ കാർഡ് നോർമലായി. ആൻഡ് പീറ്റ് ആ കാർഡ് അവിടെ വെക്കുമ്പോൾ പീറ്റ് അല്ല ജയിക്കുന്നത്, അവന്റെ അപ്പുറത്തുള്ള ഒരാളാണ് ജയിക്കുന്നത്. അങ്ങനെ പീറ്റിന്റെ കാശെല്ലാം അയാൾക്ക് പോവാണ്. ദെൻ പീറ്റ് ആണെങ്കിൽ അവിടുന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് ഇറങ്ങി പുറത്തേക്ക് നീറ്റ് പോകുന്ന തന്നെ നമ്മുടെ മറ്റേ നായകന്റെ പേര് നിറന്നാണ്. അവനെ തട്ടിയിട്ടോണ്ടാണ് പോകുന്നത്. ആൻഡ് പീറ്റ് പുറത്ത് പോയി നിൽക്കുവാണ്. ആ ടൈമിൽ സ്മോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ലൈറ്റർ കത്തുന്നില്ല. അപ്പോൾ നമ്മുടെ നിറനാണ് അത് കത്തിച്ചു കൊടുക്കുന്നത്. ആൻഡ് നിറൻ അവിടെ വന്നിട്ട് പീറ്റിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാരണം ഇവർ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലേ. ആൻഡ് പീറ്റിനോട് പറയുന്നുണ്ട്, ഈ സ്ഥലത്ത് നടക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ടോട്ടലി ലക്കിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഇവിടെ ജയിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ 1 രൂപ കൊണ്ട് വന്നവൻ ലക്ഷങ്ങൾ കൊണ്ട് പോകും, ചിലപ്പോൾ ലക്ഷങ്ങൾ കൊണ്ട് വന്നവൻ വെറും കൈയോടെയും പോകും. അതാണ് ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത. പക്ഷേ നീ ഇപ്പൊ ചൂസ് ചെയ്തേക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ട് നടക്കുന്നതല്ല. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാക്കളെ തിന്നുവാണ് ചെയ്യുന്നത്. അവർ എന്നിട്ട് കാര്യങ്ങളെല്ലാം വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജയിച്ചു എന്നൊരു മട്ട് വരെ എത്തിക്കും, എന്നിട്ട് നിങ്ങളെ കൊണ്ട് മുഴുവൻ പൈസ അവരോട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം അവസാനത്തെ കളിയിൽ നിങ്ങളങ്ങ് തോറ്റുപോകണം. അപ്പൊ ആ പൈസ അവർക്കാണ് ലാഭം. അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടില് നമ്മൾ ഈ കൂടോത്രം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമാണ്. ആൻഡ് നമ്മുടെ ഈ നിറൻ പീറ്റിനോട് പറയുന്നുണ്ട്, നിന്നെ ഈ കളി ജയിക്കാൻ ഞാൻ വേണേ സഹായിക്കാം, പക്ഷേ നീ നിന്റെ നമ്പർ എനിക്കിതാ, ഒരു കോൺടാക്ട് വെച്ചാലേ പറ്റത്തുള്ളൂ. ആൻഡ് ഫോൺ കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് പറഞ്ഞിട്ട്, പിന്നെ വഴി കൂടെ പോകുന്ന ഓരോ ഭ്രാന്തന്മാർ പറഞ്ഞതും കേട്ട് ഞാൻ നമ്പർ തരാൻ പോലെ ഒന്ന് പോയടാപ്പാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പീറ്റ് നേരെ പോകുന്നത് പീറ്റിന്റെ വീട്ടിലേക്കാണ്. അപ്പോഴാണ് നമ്മുടെ പീറ്റിന്റെ വീട് കാണിക്കുന്നത്. പീറ്റിന്റെ വീട് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വിൽക്കാനിട്ട് വെച്ചേക്കുവാണ്, അതായത് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് വീടിനകത്ത് കയറുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് ഒന്നുമില്ല. പീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ഫോണിലൊരു മെസ്സേജ് വരുവാണ്. അതായത് നാളെ
തന്നെ നീ ഇവിടുന്ന് മാറണം, അങ്കിള് വീട് വിൽക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ആരും ഇട്ടേക്കുന്ന ഒരു മെസ്സേജാണ്. ആ ടൈമിൽ പീറ്റ് അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് പീറ്റിന്റെ ലക്കിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുവാണ്. അതായത് പീറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ഭാഗ്യമില്ലാത്ത ഒരുത്തനാണ്. അവനാണെങ്കിൽ പിസയൊക്കെ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ കൈ തട്ടി താഴെ വീണിട്ട് വണ്ടിയൊക്കെ അതിന്റെ മണ്ടേ കൂടെ കയറി പോകും. അപ്പൊ ആ ഒരു എണ്ണം അവിടെ വേസ്റ്റ് ആയല്ലോ. അപ്പൊ അത് പീറ്റിന്റെ കയ്യിൽ നിന്നല്ലേ പൈസ പോകും അതിന് കൊടുക്കേണ്ടത്. ടൈമിലൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ആവും, എന്നിട്ട് അവരുമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കി ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ടൈം ലേറ്റ് ആവും. അപ്പൊ ഇവർക്ക് ഈ സ്റ്റാർ കൊടുക്കണം, 5 സ്റ്റാർ അങ്ങനെയൊക്കെ സ്റ്റാർ കൊടുക്കുന്നിടത്ത് കസ്റ്റമേഴ്സ് എപ്പോഴും ഒരു സ്റ്റാർക്കേ കൊടുക്കത്തുള്ളൂ. അപ്പൊ പീറ്റ് ഒരു നല്ല എംപ്ലോയി ആയിട്ട് അവിടെ കാണൂല. ആൻഡ് അവൻ ആകപ്പാടുള്ള എന്താന്ന് വെച്ചാൽ പിന്നെ അവന്റെ നാക്കും ഭയങ്കര പ്രശ്നമാണ്. അവൻ പൊളൈറ്റ് ആയിട്ടൊന്നും നിൽക്കൂല, വായിത്തൊന്നെല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് തന്നെ ഇവന് അത്യാവശ്യം ഒരു ബാഡ് എംപ്ലോയി ഇമേജ് ആണ് ഇവനുള്ളത്. അപ്പൊ ഇവൻ ആകപ്പാടുള്ളൊരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ അവിടെ പോയി കളിക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക. ആൻഡ് ഈ പീറ്റ് ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഫോണിൽ ഒരു ബില്യണറിന്റെ വീഡിയോ കാണുവേ. ആൻഡ് ഈ വീഡിയോയിൽ കാണുന്ന ആളെ നോട്ട് ചെയ്ത് വെച്ചോ, ഈ ആളിനി വരുന്നുണ്ട്, ഈ എപ്പിസോഡിൽ തന്നെ ആൾ വരുന്നുണ്ട്. ദെൻ ഇതിന് ശേഷം പീറ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഇനി ഒത്തിരി വഴിയുള്ളൂ, അവിടെ പോയി കളിക്കുക, പൈസ ഉണ്ടാക്കുക. ആൻഡ് പീറ്റ് വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ പോവാണ്. ആൻഡ് അങ്ങോട്ട് കയറുവാണ്, അതായത് കളിക്കാൻ വേണ്ടി റെഡി കയറുവാണ്. അകത്തേക്ക് കയറിയ പീറ്റ് കാണുന്നത് ആ ഒരു ലൈറ്റ് തന്നെയാണ്. അവൻ എപ്പോഴും കാണുന്ന ആ റെഡ് ലൈറ്റ്, അതാണെങ്കിൽ ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്നും എനർജി ഇങ്ങനെ വലിച്ചുകൊണ്ട് എടുക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ പീറ്റിന് നമ്മുടെ നിറൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അതായത് ഈ ക്ലബ്ബ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ അവരവരുടെ ആത്മാക്കളെ എല്ലാം ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മളെങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് കണ്ണിവനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൈ വന്നവന്റെ ഷോൾഡറിൽ പിടിക്കുകയാണ്. നമ്മുടെ പീറ്റാണ് ഞെട്ടി തിരിയുമ്പോൾ അത് നമ്മുടെ നിറനാണ്. നമ്മുടെ നിറം പറയുന്നുണ്ട്, നീ ഇത്ര മണ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ ഒരാളൊക്കെ കാണാത്ത കാര്യമൊക്കെ നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കാണ്ടിരിക്കും, നീ കണ്ട കാര്യം തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് മണ്ടൻ പിന്നെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. ആ ടൈമിൽ നമ്മുടെ പീറ്റ് വേഗം പറഞ്ഞുകൊണ്ട്, സത്യം പറ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലേ, ഇതെന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ നിറനാണെങ്കിൽ അതിനെപ്പറ്റി പറയുന്നില്ല, പകരം പറയുന്നത്, നിനക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമാണല്ലോ ഉള്ളത്, എനിക്കൊരു ഡ്രൈവറിന് അത്യാവശ്യമുണ്ട്, നിനക്ക് വേണ്ട പൈസ ഞാൻ തരാം, എന്നാ വണ്ടി എടുക്കുക പറഞ്ഞിട്ട് അവന്റെ കയ്യിലെ കീ ആണ് അവന്റെ മേത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പീറ്റ് ആണെങ്കിൽ ദൈവം ഇവന് സുഖമില്ലേ, വഴിയെ പോകുന്നവരെല്ലാം പിടിച്ച് ഡ്രൈവർ ആക്കുന്നു എന്നും വിചാരിച്ചുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. ആൻഡ് പുറകെ പോയിട്ട് ഇവൻ ഹേ 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 എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ നിറനാണ് മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ നമ്മുടെ പീറ്റ് വെക്കുന്നുണ്ട്, ചെവി കേട്ടൂടെയെന്ന്. അപ്പൊ നമ്മുടെ നിറം പറയുന്നുണ്ട്, എന്റെ പേര് നിറൻ എന്നാണ്, വേണമെങ്കിൽ അത് വിളിക്കാം, അല്ലാണ്ട് പട്ടീനെ ഒക്കെ വിളിക്കുന്ന ഹേ ഹേ ഹൂ ഹൂ എന്നൊന്നും വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കൂല എന്ന് പറയുന്നു. ആൻഡ് നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ മുന്നേ പരിചയമുണ്ടോ? അപ്പൊ നമ്മുടെ നിറം, പിന്നെ നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലാതെ നിനക്ക് എന്നെ ഓർമ്മയില്ല പറഞ്ഞു. ശരിക്കും? അപ്പൊ നമ്മുടെ നിറം പറഞ്ഞിട്ട്, മണ്ട, ഞാൻ നിന്നെ ആദ്യമായിട്ടാണ്, നീ എന്നെ ആദ്യമായിട്ടാണ്, വലിയ ചോദ്യം പറിച്ചിരുന്നു വേണം, നിനക്ക് കാശ് പോരെ, എന്നാ വണ്ടി എടുക്കും. ആൻഡ് വണ്ടിക്കകത്ത് കയറിയിട്ട് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ എന്നെ വിളിച്ചെഴുന്നേപ്പിക്കണം, ഞാൻ ഉറങ്ങാൻ പോവാണ്. ആൻഡ് നമ്മുടെ പീറ്റാണെങ്കിൽ ദൈവം ഇത് ഏത് ഊളം പറയുന്ന കുറ്റിയും പറിച്ച് വന്നാൽ എന്തായാലും എനിക്ക് എൻ്റെ കാശ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ പീറ്റാണെങ്കിൽ വണ്ടി എടുക്കുന്നുണ്ട്. ആൻഡ് അവർ ആ ഒരു സ്ഥലത്ത് എത്തുവാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങി പുറത്തേക്ക് നിൽക്കുകയാണ്. ആ ടൈമിൽ വീടിന്റെ ഓണർ വരുന്നുണ്ട്. ഈ വീടിന്റെ ഓണർ ആരെന്ന് വെച്ചാൽ നമ്മുടെ പീറ്റ് കുറച്ചും ഒരു വീഡിയോയിൽ ഒരു ബില്യണറിനെ കണ്ടല്ലോ, ആ പുള്ളിയാണ്. ആൻഡ് ഈ പുള്ളി നടന്ന് മുന്നേക്ക് വന്നിട്ട് തന്നെ പറയുന്നത് മാസ്റ്റർ നിറൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ നിറൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ കുറച്ച് തന്ത്ര വിദ്യകളൊക്കെ അറിയുന്ന ഒരാളാണ്. ആൻഡ് ഇവർ രണ്ടുപേരും വീട്ടിനകത്തേക്ക് കയറുവാണ്. വീട്ടിനകത്തേക്ക് കയറി ഓരോ റൂമും എല്ലാം പരിശോധിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കി ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതായത് പ്രേതബാധ എന്താണെന്ന് അറിയില്ല, എന്തോ ഒരെണ്ണം ഉണ്ട്, അത് ഒഴിപ്പിക്കാനാണ് നമ്മുടെ ഈ മാസ്റ്റർ നിറൻ വന്നേക്കുന്നത്. ആൻഡ് ഇയാൾ പറയുന്നു ഈ റൂം തുറക്കാൻ പറയുന്നു. അപ്പം നമ്മുടെ ഈ ബില്യണർ പറയുന്നുണ്ട്, അത് തുറക്കാൻ പറ്റില്ല, മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ റൂം ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന്, അതുകൊണ്ട് ക്ഷമിക്കണം, അതെനിക്ക് തുറന്നു തരാൻ പറ്റില്ല എന്ന്. ആ ടൈമിൽ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ എല്ലാം മുക്കുമൂലം പരിശോധിക്കണം, സോ ഈ റൂം തുറക്കാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അങ്ങനെ സഹിയായിട്ട് അയാൾ ആ റൂം തുറക്കുവാണ്. റൂം തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാം അകത്തേക്ക് കയറുവാണ്. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, നമ്മൾ തേടി വന്ന വള്ളി കാലെ ചുറ്റിട്ടുണ്ട്, ആ സാധനം ഇവിടെ തന്നെ ഉണ്ട്, ഇതാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന്. അപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലത്തെ എന്തോ ഒരു വിളക്ക് പോലത്തെ സാധനം അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊരു പൂജയ്ക്ക് വെച്ചേക്കുന്ന പോലെ, മറ്റേ വിഗ്രഹങ്ങളൊക്കെ വെച്ചേക്കുന്ന പോലെ പ്രതിഷ്ഠിച്ചാണ് അവിടെ വെച്ചേക്കുന്നത്. ഇതുള്ളതുകൊണ്ടാണ് മുത്തശ്ശൻ ആ റൂമിലേക്ക് ആരും കയറ്റാത്തത്. ആൻഡ് നമ്മുടെ പീറ്റിനെയും നിറനെയും കണ്ടപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ മുകളിലേക്ക് വന്നു, ഒരു നീല ലൈറ്റ് പോലത്തെ സാധനം. നമ്മുടെ പീറ്റാണെങ്കിൽ ഇതിന്റെ ചുമന്ന വാഷനാണല്ലോ ദൈവമേ ഞാൻ അപ്പുറത്ത് കണ്ടത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ കുറച്ച് മുമ്പോട്ട് പോയത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സാധനം നമ്മുടെ പീറ്റിനെ നേരെ വരുവാണ്. ഇത് വരുന്നത് കണ്ട് നമ്മുടെ നിറനാണെ പീറ്റിനെ പിടിച്ച് പുറകോട്ട് നിർത്തി നിറം കയറി മുന്നോട്ട് നിൽക്കുകയാണ്. ഈ സാധനത്തിന് നിറന്റെ രോമത്തെ പോലും തൊടാൻ പറ്റുന്നില്ലേ. നേരെ അടുത്തേക്ക് വന്നിട്ട് ഈ സാധനം തിരിഞ്ഞുപോയി നേരെ ആ കുപ്പിയിലേക്ക് കയറുവാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചുമ്മാതല്ല നമ്മുടെ നിറനെ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്, അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരാളാണ്. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മുടെ പീറ്റാണ് നിലത്തേക്ക് വീഴുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ഈ ബില്ലിനോട് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന്. അപ്പൊ നമ്മുടെ പീറ്റ് പറഞ്ഞിട്ട് തനിക്കെന്താ കണ്ണിന് കുരുവാണോ ഇതൊന്നും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട് അയാളുടെ മെക്കിട്ട് കയറണ്ട, അയാൾക്ക് അത് കാണാൻ പറ്റില്ല, നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. ദെൻ ഇവിടെ സീൻ കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിൽ ഒരാഴ്ച മുന്നേ ഉള്ള കാര്യമാണ് കാണിക്കുന്നത്. ഈ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുവാണ്. ആൻഡ് ഇവര് ബില്ലിനർ ഫാമിലി ആണല്ലോ, എല്ലാവരും ഉണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മുടെ നിറൻ വരുവാണ്. ആൻഡ് നിറൻ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എത്ര നാളെ ഇങ്ങനെ കിടക്കുന്നു എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. ഏകദേശം 1 മാസത്തിനടുത്തായി. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും, ഇടയ്ക്കിടയ്ക്ക് മരിച്ച പോലെ ആയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വരും. അങ്ങനെ അങ്ങനെ മിറാക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നുമില്ല, നേരെ എഴുന്നേറ്റ് വരുന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ കുറെ ആയി കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ നിറൻ പറയുവാണ് ഈ പുള്ളി, അപ്പോഴാണ് നമ്മൾ നിറം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ പുള്ളി യാഹോ എന്ന് പറയുന്ന യാഹോ അങ്ങനെ എന്തോ പറയുന്ന റിച്വൽ ചെയ്തിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് നേച്ചറിനെതിരായിട്ടുള്ള സംഭവമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൂടോത്രം, അതായത് സ്വന്തമായിട്ട് നല്ല കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ചില ആഭിചാര ക്രിയകളൊക്കെ ചെയ്തു വെച്ചേക്കുന്ന സംഭവമാണ്. ആൻഡ് ഈ പുള്ളിന് ഈ ഒരു സാധനത്തിന് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ അത് ചെയ്ത ആളുടെ ബോഡി അതിനാവശ്യമാണ്. അതുകൊണ്ട് ആ ആളെ ഇതൊരിക്കലും മരിക്കാൻ സമ്മതിക്കത്തില്ല, ഇങ്ങനെ ചത്ത് ജീവിപ്പിച്ചുകൊണ്ടിരിക്കും. നടക്കണമെന്നൊന്നുമില്ല, ഇയാളുടെ ബോഡിയിലേക്ക് അതിന്റെ ആ ആത്മാവിനെ ഇറങ്ങിപ്പോകാനും സമ്മതിക്കത്തില്ല, അങ്ങോട്ട് തിരിച്ചു നിൽക്കാനും സമ്മതിക്കത്തില്ല. അങ്ങനെ നിറൻ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കൂടെയുള്ള ഈ മുത്തച്ഛന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും ഇതൊന്നും വിശ്വാസമാവുന്നില്ല. ഇവര് പറയുന്നത് പറ്റത്തില്ല. അപ്പത്തേക്ക് നമ്മുടെ നിറൻ പറയുന്നുണ്ട് ആദ്യം എനിക്ക് വീട്ടിൽ കയറി ഈ സാധനം എവിടെ ഇരിക്കുന്നതെന്ന് നോക്കണം, അത് നശിപ്പിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്കൊരു പ്രതിനിധി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ആ ടൈമിൽ ഇവർ പറയുന്നുണ്ട് പറ്റത്തില്ല, സ്ട്രേഞ്ചേഴ്സിന് ഒരിക്കലും വീട്ടിലേക്ക് കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ബില്യണറായിട്ടുള്ള ചെക്കൻ ഉണ്ടല്ലോ, അവൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം, കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വിളിക്കാം, ഇപ്പൊ നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിറനാണെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട് ഇവൻ അവിടുന്ന് പോകുന്നുണ്ട്. ദെൻ അടുത്ത സാധനം ഇതേപോലത്തെ ഒരു ക്രിയയാണ് ആ ഒരു ക്ലബിൽ നടന്നേക്കുന്നത്. ആൻഡ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആ ക്ലബിലേക്ക് പോവാണ്. ആ ക്ലബിലേക്ക് പോയത് കണ്ടുപിടിച്ചു എന്നുള്ളൊരു സമയമാകുമ്പോഴാണ് നമ്മൾ ഈ ബില്യണർ നമ്മുടെ നിറനെ വിളിക്കുന്നത്. ആ നിറനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ വരണം, എനിക്ക് എന്റെ മുത്തച്ഛനെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ വരണം, നാളെ എന്റെ അങ്കിളൊക്കെ അറിഞ്ഞാലും അവർ സമ്മതിക്കില്ല, സോ നിങ്ങൾ ഇന്ന് തന്നെ വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ നിറൻ പറയുന്നു പറ്റത്തില്ല, ഞാൻ വേറൊരു പണിയില്ലാന്ന് പറഞ്ഞു, എനിക്ക് ഞാൻ 10 കോടി രൂപ തരാം, നിങ്ങൾ എങ്ങനെയും വന്നേ പറ്റത്തുള്ളൂ. ആൻഡ് 10 കോടി കേട്ടപ്പം നമ്മുടെ നിറൻ ഓക്കെ ശരി വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിറൻ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഈ ക്ലബിൽ ഈ ഒരു ലൈറ്റ് കണ്ട് അന്തം വിട്ട് കുന്തം വഴുകി നിൽക്കുന്ന നമ്മുടെ പീറ്റിനെയാണ്. ഇവനെ ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല, ഇവനെയും കൂടെ കൊണ്ടുപോകും, കാരണം ഇവനും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നറിഞ്ഞിട്ടാണ് നമ്മുടെ നിറൻ പീറ്റിനെ വിളിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവിടെ കൊണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്യുവാണ്. അടുത്ത സീൻ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. നമ്മുടെ നിറനും പീറ്റും ഇവരുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ചെല്ലുവാണ്. ആൻഡ് നമ്മുടെ നിറൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കുറച്ച് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി കുറച്ച് റിച്വൽസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിന് യാവെന്നാണ് പറയുന്നത്. ഈ സാധനം എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് പുള്ളിക്ക് ഇത്രയും പൈസയും സമ്പത്തും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ആൻഡ് കാലക്രമേണ ഇത് നേച്ചറിനെതിരായിട്ടുള്ള കാര്യമാണ്, കാരണം അധ്വാനിച്ച ഒരാൾ കാര്യം ഉണ്ടാക്കുക അതൊക്കെയാണ് നേച്ചർ തന്നിട്ടുള്ളൊരു സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ദുർമന്ത്രവാദത്തിലൂടെ ഉള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഇതിന് ചില സൈഡ് എഫക്റ്റ് ഉണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റുകളാണ് ഈ ഇടയായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്രൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നിൽക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇത് സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇത് തുടങ്ങി വെച്ച നിങ്ങളുടെ അച്ഛനായോണ്ട് നിങ്ങളുടെ അച്ഛൻ മരിക്കും, പുള്ളിനെ മരിക്കാൻ അനുവദിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ നേരെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ബട്ട് പുള്ളിയുടെ മക്കളൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. കൊച്ചുമോനാണ് നമ്മുടെ ഈ ബില്യണർ ചെക്കൻ. ആൻഡ് മക്കളൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. ഒരു സ്ട്രേഞ്ചർ പറയുന്ന കേട്ടിട്ട് ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത് ദുർമന്ത്രവാദം ഒന്നുമല്ല, അച്ഛൻ ആദ്യം ഇത് പൂജ വെക്കുന്ന സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്, പിന്നെ അത് അച്ഛൻ റൂമിലേക്ക് കൊണ്ടുവച്ചതായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു നിറം പറയുന്നുണ്ട് ആ സാധനം എന്ന് പറയുന്നത് അയാളെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്തത് ആ റൂമിൽ കൊണ്ട് വെച്ചേക്കുന്നതാണ്, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് നല്ല കാര്യമല്ല എന്ന് പറയുന്നത്. ആൻഡ് ഇവരാണ് അമ്മിനെ വില്ലിനും എടുക്കുന്നില്ലേ. കുറേ നേരം നമ്മുടെ പീറ്റാണ് ഇത് കേട്ടോണ്ടിരുന്നു. പിന്നെ പീറ്റിന് അങ്ങ് ദേഷ്യം വന്നു. പീറ്റ് പറഞ്ഞ് കുറേ കാശ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, തലേ കുറച്ച് അന്തമെല്ലാം വേണം, ഈ കിളവന്റെ ഒന്നാമത് അയാളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞു, അയാളെ ചാവാൻ അനുവദിച്ചിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്, ഞാൻ ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ടതായിട്ടാ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ വായി തോന്നെല്ലാം വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. ആ ടൈമിൽ നമ്മുടെ നിറം പറഞ്ഞോട്ടെ ഇങ്ങനെയൊന്നും അല്ലടാ നീ മിണ്ടാണ്ടിരിക്കടാ എന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റ് താനെന്ന് പോടോ, കാര്യം മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, സൗമ്യമായിട്ടൊന്നും പറഞ്ഞ ഇവന്മാർക്കൊന്നും തിരിയാൻ പോകുന്നില്ല എന്ന് നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഒരു ബില്യണർ ചെക്കനും പറയുന്നുണ്ട് എനിക്ക് ഇവർ പറയുന്ന കാര്യമായിട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ ബാക്കി ആ അവൻ്റെ അങ്കിൾമാരും ഒന്നവൻ്റെ അച്ഛനും ഒന്നവൻ്റെ അങ്കിളുമാണ്, അവർ രണ്ടുപേരും ഇവനെ അങ്ങ് ഉപദ്രവിക്കുവാണ്. അതായത് നീ എന്നാ പറയുന്നത്, നിന്നെ ഞാൻ ഇനി അന്ധവിശ്വാസമൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണോ നിന്നെ ഞങ്ങൾ പഠിപ്പിക്കാൻ വിട്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ മെക്കിട്ട് കയറുവാണ്. ആ ടൈമിൽ അവിടുത്തെ മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാവരും നിർത്ത്, ഞാനിവിടെ ഇരിക്കുന്നതായിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് നിങ്ങളുടെ മുത്തശ്ശൻ പോയാൽ ഇവിടെ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടതെല്ലാം ഞാനാണ്, സോ ഞാൻ പറയുന്നു ഇയാൾ ജീവിച്ചിരുന്ന കാലം ചെയ്തു കൂട്ടിയതിൻ്റെ എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നു,
തീർന്നു, ഇനി ഇയാൾ മരിക്കാനുള്ള സമയമാണ്, സോ തട്ടിക്കൂട്ടി ഇതിനെടുത്ത് വീട്ടിലിട്ടോളാൻ പറയുന്നുണ്ട്. ആൻഡ് ഈ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ട് ഈ പുള്ളീനെ കൊണ്ട് ഇവരെല്ലാം നേരെ വീട്ടിലേക്ക് പോകണേ. ആൻഡ് ഇവർ നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ നിറനും പീറ്റും ആ ഒരു കൂടോത്രം ചെയ്ത സാധനം ഉണ്ടല്ലോ യാവോ, അതും എടുത്തോണ്ട് ഏതൊരു വലിയ പുഴയുടെ സൈഡിലേക്ക് പോവാണ്. ആൻഡ് നമ്മുടെ നിറനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ വീട്ടിൽ കാണിക്കുവാണ് ഈ പുള്ളി അത്യാവശ്യം നല്ല വീക്ക് ആയിട്ടുണ്ട്, മരിക്കാനായി കിടക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ ബില്ലിനർ ചെക്കൻ്റെ മേത്തേക്ക് ഈ ഒരു യാവോ പൂജയുടെ ഫലമായിട്ട് ഇത് പൊട്ടി പുറത്ത് വന്നിട്ട് ഇവന്റെ മേത്തേക്കാണ് കയറുന്നത്. ആൻഡ് അവൻ അവിടുന്ന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആൻഡ് അവിടുന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാം എൻ്റെ പൂജേനെ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സാധനത്തെ തകർത്തില്ലേന്ന് അച്ഛൻ പറയുന്ന പോലെ പറയുവാണ്. അപ്പൊ ഈ മക്കളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ആത്മാവാണ് ഇവന്റെ മേത്ത് കയറിയുന്നത്. അങ്ങനെ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു തോക്കും എടുത്തിട്ട് നേരെ ഇവർ ആ ഒരു പൂജ നടത്തുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആൻഡ് അവിടെ എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാം കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് തല്ലി പൊട്ടിക്കുകയാണ് ഇനിയും ചെയ്യേണ്ടത്. അത്രത്തോളം എത്തി. ആ ടൈമിൽ പെട്ടെന്ന് ഇവനാണെങ്കിൽ ആ തോക്കും കൊണ്ട് അങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്, അതായത് ആ ബാധ കൂടിയ പോലെ. ആൻഡ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ സാധനം എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തന്നു, പൊട്ടിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവന്റെ പുറകെ ആ ഒരു അങ്കിളും അപ്പനും എല്ലാം വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ കേട്ടേക്ക്, അതങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ നിറൻ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവല്ല, അത് ഈ ആവോടെ കളികളാണ്, ഇതിങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ പീറ്റാണ് പെട്ടെന്ന് കയറി ഇയാളുടെ മുമ്പിലേക്ക് നിൽക്കുവാണ്. അപ്പൊ തോക്ക് നമ്മുടെ പീറ്റിന് നേരെയാ. ആൻഡ് നമ്മുടെ ഈ ഒരു ബില്ലന്റെ സെക്കൻ പറയുന്നുണ്ട് ഇവനെ ഞാൻ വെടിവെച്ച് കൊല്ലും, അതുകൊണ്ട് പെട്ടെന്ന് അത് ശരിയാക്കിക്കോ, നേരെ എടുത്ത് വെച്ചോ എന്ന് പറയുമ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട് ഓക്കെ എന്റെ ഫ്രണ്ടിനെ ഒന്നും ചെയ്യരുത്, അത് ഞാൻ നിങ്ങൾക്ക് തന്നെ തന്നേക്കാം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റാണെങ്കിൽ പിന്നെ പ്രേതം ഭൂതമൊക്കെ അങ്ങ് അവിടെ മതി, എന്റെ മെക്കിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രേതത്തിനെ എടുത്തിട്ട് പുതുക്കുന്നുണ്ട്. ആൻഡ് ആ തോക്കും മേടിച്ച് പിടിച്ച് നമ്മുടെ പ്രേതത്തിനെ നേരെ പിടിക്കുമ്പോൾ പെട്ടെന്ന് ഇവന്റെ മേത്തുനിന്ന് ആ ഒരു ശക്തി, അതായത് അപ്പുറത്ത് ആ മുത്തച്ഛൻ ഇങ്ങനെ മരിക്കാനായേ, അപ്പൊ ആ ഒരു ശക്തി ആ മേത്തുനിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോവാണ്. ആൻഡ് ഈ സാധനം ഇറങ്ങിപ്പോയി കഴിഞ്ഞ പാടെ ഇത് ആ കുപ്പിയിലേക്ക് തന്നെ കയറുന്നുണ്ട്. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ നിറനല്ല പീറ്റ് പറയുന്നുണ്ട്, നിറനോട് പറയുന്നുണ്ട് അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കറക്റ്റ് ഒരു ഷോട്ട് ഒരു വെടി വെക്കുന്നുണ്ട്, ആ ഒരു പാത്രം അങ്ങ് പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ആൻഡ് നമ്മുടെ നിറന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അത് പൊട്ടിക്കണം എന്നല്ല പറഞ്ഞോളൂ, ഇതാ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, ബൈ എഴുന്നേറ്റ് വരുന്നുണ്ട്. നമ്മുടെ നിറനാണെങ്കിൽ ശരി സത്യം പറഞ്ഞ ഇവിടെ പാരാ മാസ്റ്റർ ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത്, സാരമില്ല എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ എന്നും പറഞ്ഞിട്ട് എഴുന്നേക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ മുത്തശ്ശനാണെങ്കിൽ പുള്ളി മരിച്ചിട്ടുണ്ട്. അപ്പൊ ആ മുത്തശ്ശി അടുത്ത് പോയി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതിന്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അങ്ങനെ കിട്ടിയെന്നൊക്കെ ആ പുള്ളിക്കാറ്റി പറയുന്നുണ്ട്. ദെൻ അവിടെ കൊണ്ട് ഈ സീൻ കട്ട് ചെയ്യുവാണ്. അതിനുശേഷം നമ്മുടെ നിറനാണെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയോ വെള്ളമൊക്കെ തളിച്ച് എല്ലാം സെറ്റാക്കുന്നുണ്ട്. ദെൻ ഇതിനുശേഷം ഇവർ പുറത്ത് വന്നിട്ട് നമ്മുടെ പീറ്റ് നിറനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ഞാൻ ഇങ്ങനെയാണ് ഇതൊക്കെ കാണുന്നതെന്ന്. അപ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട് ആക്ച്വലി നിന്റെ ചെവിയുടെ ബാക്കിൽ നിനക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ടാറ്റു പോലത്തെ സാധനമുണ്ട്, അത് നിന്നെ ചെറുപ്പത്തിൽ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ നിനക്ക് 24 വയസ്സാകുമ്പോൾ തൊട്ട് അതിന്റെ ശക്തി കുറഞ്ഞു വരും, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ കാണുന്നത് എന്ന് പറയുന്നു. ആൻഡ് ഇത് പറയുമ്പോൾ നമ്മുടെ പീറ്റ് ആണെങ്കിൽ കണ്ണാടിയിൽ അവൻ്റെ ഇതിങ്ങനെ നോക്കുവാണ്. അപ്പോൾ അവനും കാണുന്നുണ്ട് അവിടെ ഒരു സീല് പോലത്തെ ഒരു സാധനം, അതായത് ഇതാണ് നമ്മൾ ആ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ കൊച്ചു അതാണ് നമ്മുടെ പീറ്റ് കേട്ടോ. ദെൻ ഇതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. അതിനുശേഷം ഒരു ബോണസ് പോലെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒഴിപ്പിക്കലിനുള്ള ശേഷം ഇവരിങ്ങനെ പോകുമ്പോൾ നമ്മുടെ പീറ്റിനാണെങ്കിൽ ആകെ പേടിയാണ്, കാരണം ഇവനൊരു നോർമൽ മനുഷ്യനാണ്, ഇവൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ആൻഡ് ഇവൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിന്നിട്ട് സ്മോക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ആ ടൈമിൽ ഇവൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൂപ്പർ നാച്ചുറൽ പവറും ഈ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് നമ്മുടെ നിറനാണെങ്കിൽ പുറത്ത് വന്നിട്ട് അവനോട് ചോദിക്കുന്നത് നിനക്ക് പേടിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ പീറ്റ് പറഞ്ഞ് എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ നിറൻ പറയുന്നുണ്ട് മനുഷ്യനായാൽ ഇങ്ങനത്തെ കാര്യമൊക്കെ കണ്ടാൽ പേടിക്കും, അതിൽ അത്ഭുതം ഒന്നുമില്ല, സോ നീ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിറനാണെങ്കിൽ പീറ്റിന്റെ തലയിൽ കൈയെല്ലാം വെച്ചിട്ട് അവന്റെ പേടി മുഴുവൻ നിറന്റെ ശരീരത്തേക്ക് അബ്സോർവ് ചെയ്യുകയാണ്. എന്നിട്ട് നിറൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നാളെ മുതൽ എന്റെ ഡ്രൈവറായിട്ട് വരാൻ റെഡിയല്ലേ എന്നും ചോദിക്കുന്നതും കാണിച്ചുകൊണ്ട് ആ എപ്പിസോഡ് അവൻ എൻഡ് ചെയ്യുവാണ്. ഇന്ന് ഞാൻ കുറച്ച് സെൽഫിഷ് ആകുമ്പോഴാണ്, അതായത് ഈ വീഡിയോയ്ക്ക് ഒരു 300 വ്യൂസ് എങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എപ്പിസോഡ് 2 ഇടുന്നതല്ല കേട്ടോ. സോ ഞാൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ലൈക്കിലും കമൻറ്റിലുമാണ് വ്യൂസിൻ്റെ ഇതിരിക്കുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്താലേ അടുത്ത ആളുകളിലേക്ക് പോകത്തുള്ളൂ. സോ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാ. അപ്പോൾ എല്ലാവർക്കും ബൈ.